പെരുന്നാളിൻ്റെ രാവിലെ എണീറ്റ് വന്നിട്ടുള്ള കാഴ്ചകളാണ്. നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ പെരുന്നാളൊക്കെ ആഘോഷിച്ചിട്ട് നമ്മുടെ കുടുംബത്ത് പോകും. ഞങ്ങളുടെ ഉമ്മാടുത്ത് അവിടം വരെ ഉള്ളതാണ്, എല്ലാം പിടിച്ചിട്ടില്ല. നിസ്കരിക്കാൻ പോകുമ്പം അവിടെ നമ്മൾ മരിച്ചുപോയവരൊക്കെ ഉണ്ട് കേട്ടോ. അവരുടെ അടുത്ത് സലാം പറഞ്ഞു വരണം. ഫാത്തിയ ഓതി കേട്ടോ മക്കളെ, കേട്ടോ രണ്ടുപേരും കേട്ടോ. ഫാത്തിയ ഓതി ദുആ ചെയ്തിട്ട് വരണം. പള്ളിയിൽ പോയതിന് ശേഷം നമ്മളും കുളിച്ച് പെരുന്നാൾ നിസ്കാരം നിസ്കരിക്കും കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉമ്മാക്ക് പിന്നെ നമ്മൾ എപ്പോഴും വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ സങ്കടമാണ്. ഉപ്പാമ്മച്ചിയുടേതാ അരിപ്പത്തിരി ചൂടോടൊപ്പം വെച്ച് ചൂടാക്കി നോക്കിയേ. അരിപ്പത്തിരി, ബീഫ് കറി, കൈമുള്ളിയാ ഇത്. എന്നാലേ ഉമ്മാക്ക് തൃപ്തി ആവത്തുള്ളൂ. എത്ര വയ്യാങ്കിലും ഇവിടെ വന്ന് ഇത് കഴിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലാ നീ തിന്നില്ലേ, നീ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ഉമ്മാക്ക് വിഷമ സങ്കടം. വയറൊക്കെ തിന്നാനെന്ന് കേട്ടാ. ഇനിയിപ്പം നോക്കിക്കോണ എത്ര തിന്നാൻ പോണെന്ന്. ഉമ്മ അതുപോലെ ഇടുമെന്ന് പറഞ്ഞു. ഞാൻ തിന്നു. നമ്മളിങ്ങനെ തീറ്റിക്കാനും ഒക്കെ നമ്മളെ ഉമ്മമാർ എത്ര വയ്യെങ്കിലും ഞങ്ങളുടെ ഉമ്മ ഞങ്ങളെങ്ങനെയാണ് തീറ്റിക്കണം, തിന്നണം, ആര് വീട്ടിൽ ചെന്നാലും. ഇതൊക്കെ ഇല്ലാത്തൊരവസ്ഥ വരുമ്പോഴേ നമുക്കത് എത്രത്തോളം വേദനയായി മാറത്തുള്ളൂ. എന്തായാലും ഞങ്ങൾ വയറ് നിറച്ച് കഴിച്ചു. അവിടെ ചെന്നപ്പം അവിടെ വീഡിയോ ആയിട്ട് ഉണ്ടായിരുന്നു. ഞാൻ അവരെയൊന്നും ഉൾപ്പെടുത്തിയില്ല. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തി.